ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏത് കേബിൾ എടുക്കണം, എങ്ങനെ കേബിളിങ് ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ പേര് ഷിനു സെബാസ്റ്റ്യൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇലക്ട്രോണിക് സെക്യൂരിറ്റി ഓട്ടോമേഷൻ കമ്പനി ഞാൻ എറണാകുളത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലല്ല സംശയം വരുന്നെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സാപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയം എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറുപടി തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നെക്സാ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യാമറ കേബിൾ ഏതാണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ നല്ല കേബിളും ചീത്ത കേബിളും തിരിച്ചറിയണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കേബിൾ ഏതാണ് ഫേക്ക് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിലും ഫേക്ക് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം കേബിൾ ഉപയോഗിക്കുക. കേബിൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 23AWG കേബിൾ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശാലും ഓൺലൈനിൽ പോയിട്ട് കേബിളോ കാര്യങ്ങളോ ഒന്നും പർച്ചേസ് ചെയ്യരുത്. എപ്പോഴും ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഓൺലൈനിലാണ് കിട്ടുന്നത്. മാത്രമല്ല നമുക്ക് റിട്ടേൺ പോളിസിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ ഒരു ബ്രാൻഡിനെയും പുകഴ്ത്തി പറയുകയോ താഴ്ത്തി പറയുകയോ ചെയ്യുന്നില്ല. എന്തായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് കേബിൾ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കണം. ഈ കേബിൾ മാനുഫാക്ചർ ചെയ്യാത്ത പല കമ്പനീസ് ഇപ്പോൾ കേബിളുമായിട്ടൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട്. പല ക്യാമറ കമ്പനികളും കേബിളും കൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം OEM കേബിൾസ് ആണ്. ഞാൻ അതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേബിൾസ് ഒന്നും നെക്സാ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലൂടെ ഞാൻ വിൽക്കുന്നുമില്ല. ഞങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കേബിൾസ് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന കേബിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനോലെക്സ്, ഡി-ലിങ്ക്, മോളക്സ്, കോംസ്കോപ്പ്, ബെൽഡൻ ഇങ്ങനെയുള്ള ബ്രാൻഡഡ് കേബിളുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതും ഓതറൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് പരിചയമുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനും വേണ്ടി നോക്കണം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫേക്ക് കേബിൾസ് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള കേബിൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ഫേക്ക് കേബിൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വില കൂടിയ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വെച്ചെന്ന് പറഞ്ഞാലും ആ ക്യാമറയുടെ യഥാർത്ഥ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ എല്ലാവരും ചോദിക്കാനുള്ളത് ക്യാമറയുടെ കേബിളിങ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വലിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ്. ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ വയറിനോടൊപ്പം കേബിൾ ചെയ്യരുത്. ആ പൈപ്പിന്റെ ഉള്ളിൽ തന്നെ ഇടരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പൈപ്പിന്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ EMI അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാവും. അത് ക്യാമറയെ ബാധിക്കും. നിങ്ങൾക്ക് ക്യാമറ വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ 4 ഇഞ്ചെങ്കിലും ഒരു ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിന്റെ അടുത്തുനിന്ന് നമുക്ക് ക്യാമറയുടെ വയറുമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ ഹൈ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനടുത്തോടെ ഒന്നും ഒരിക്കലും നിങ്ങൾ വയറ് വലിക്കാതിരിക്കുക. ഇലക്ട്രീഷ്യൻസിനെ കൊണ്ട് വലിപ്പിക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഒരു CCTV ടെക്നീഷ്യന്റെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള CCTV ടെക്നീഷ്യന്റെ മേൽനോട്ടത്തിൽ തന്നെ വയറ് വലിപ്പിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളൊക്കെ പല സ്ഥലത്തും ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ ഓൾറെഡി കേബിൾ വലിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. പക്ഷേ നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ കേബിൾ കിടക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലൊന്നും ആയിരിക്കില്ല. പക്ഷേ ഈ വീട് പണിയും കഴിഞ്ഞ് പെയിന്റിങ്ങും കഴിഞ്ഞ് എല്ലാം പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ക്യാമറ വെക്കുമ്പോൾ അത് ആ പൊസിഷനിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറയുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആവില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. കാരണം ഓരോ ക്യാമറയ്ക്കും ഓരോ ടൈപ്പ് ലെൻസാണ് വരുന്നത്. ഏത് ക്യാമറ വെക്കണം എന്നുള്ളതിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ആ ക്യാമറയുടെ പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലല്ല ക്യാമറ വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ലൊരു എവിഡൻസ് ആയിട്ട് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഔട്ട്പുട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല കേട്ടോ. ഇനി നിങ്ങളൊരു പഴയ വീട്ടിലാണ് ക്യാമറ ചെയ്യാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നെക്സാ സിസ്റ്റം എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ വീടുകളിലെല്ലാം തന്നെ സെൻഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഈ സെൻഷെയ്ഡിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരു 6 അല്ലെങ്കിൽ 7 ഇഞ്ച് പൊക്കത്തേക്ക് കയറ്റിയിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂവും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാമ്പും യൂസ് ചെയ്തുകൊണ്ട് ISI ക്വാളിറ്റി പൈപ്പ് അടിച്ചിട്ടാണ് ഞങ്ങൾ ആ വയറിങ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ താഴെ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു പൈപ്പ് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ സെൻഷെയ്ഡിൻ്റെ മറവ് അവിടെ ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ ISI ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ 6-7 മാസത്തോളം മഴയാണ് വരുന്നത്. അപ്പോൾ ഈ മഴവെള്ളം ഈ സെൻഷെയ്ഡിൽ വീണിട്ട് തെറിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ സ്ക്രൂവും അതുപോലെ തന്നെ ക്ലാമ്പൊക്കെ തുരുമ്പെടുത്ത് പോകും. മാത്രമല്ല നല്ല വെയിലുള്ള സമയവും നമുക്കുണ്ട്. ഇപ്പോൾ ഒക്കെ എന്നാ ചൂടായിരുന്നു അല്ലേ. അപ്പോൾ ഈ വെയിലിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട് തന്നെ ഈ പൈപ്പൊക്കെ വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ISI ക്വാളിറ്റിയുള്ള ഈ പൈപ്പ് യൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം. പിന്നെ കേബിൾ വലിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പൈപ്പിൻ്റെ ഉള്ളിൽ വളരെ തിക്കായിട്ട് കേബിൾ വലിക്കാതിരിക്കുക. എപ്പോഴും ഒരു 1-2 കേബിളുകൾ അതിനുള്ളിലൂടെ കടന്നു പോകുന്ന രീതിയിൽ തന്നെ ഇടാൻ വേണ്ടി നോക്കുക. അത് പിന്നീട് കേബിൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, പക്ഷേ എന്നാലും
ഈ കിടക്കുന്ന കേബിളിന്റെ ആയുസ് അത് തീർച്ചയായിട്ടും കൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി 2 ടൈപ്പ് കാറ്റഗറിയിലാണ് കേബിൾ വരുന്നത്, ഇൻഡോർ കേബിളിനും ഔട്ട്ഡോർ കേബിളിനും. ഇൻഡോർ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഡ്യൂട്ടിന്റെ ഉള്ളിലൂടെ, അതായത് പൈപ്പോ അല്ലെങ്കിൽ കേസിംഗ് ഗ്യാപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ച് നമ്മൾ അതിന്റെ ഉള്ളിലൂടെ ഇടുന്ന കേബിൾസ് ആണ് ഇൻഡോർ കേബിളുകൾ. നമ്മൾ മുകളിലൂടെ വെറുതെ വലിക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്ഡോർ കേബിൾ തന്നെ എടുക്കണം. അല്ലെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ, കുറച്ച് നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ തന്നെ സാധനം പോകും. ഇൻഡോർ കേബിളിനെ അപേക്ഷിച്ച് ഔട്ട്ഡോർ കേബിളിന് ഒരു 20 രൂപ 25 രൂപയോളം 1 മീറ്ററിൽ തന്നെ കൂടുതലായിരിക്കും. ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പല വീടുകളിലും അവിടെ ക്യാമറ മാത്രമല്ല വരുന്നത്, അവിടെ VDP വരുന്നുണ്ട്, വീഡിയോ ഡോർ ഫോൺ, അതുപോലെ തന്നെ ഓട്ടോമേഷൻ വരുന്നുണ്ടാവും, പിന്നെ ആക്സസ് പോയിന്റുകൾ വരുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേബിൾ ഒരൊറ്റ സെർവർ റാക്കിലേക്കായിരിക്കും വരിക. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഏത് കേബിൾ ഏതിൻ്റെ എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാച്ച് പാനൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് ക്യാമറയുടെ സൈഡിൽ നമ്മൾ RJ45 കണക്ടർ യൂസ് ചെയ്യും. അതുപോലെ NVRന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും റാക്കിൻ്റെ ഉള്ളിൽ നമ്മളൊരു പാച്ച് പാനൽ വെക്കും. ഇപ്പോൾ 24 പോർട്ട് ലോഡഡ് പാച്ച് പാനലാണ് ഇപ്പോൾ സാധാരണ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അൺലോഡഡ് പാച്ച് പാനൽ വരുന്നുണ്ടാവും, പക്ഷേ അത് അത്രയും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഈ പാച്ച് പാനൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെയുള്ള പാച്ച് കോഡുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്വിച്ചിലേക്ക് ഈ ക്യാമറയുടെ കേബിൾസിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറയുടെ നോർമൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റിനേക്കാളും ഒരു 5000 അല്ലെങ്കിൽ 6000 രൂപയോളം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പിന്നീട് ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒന്നും നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. മാത്രമല്ല റാക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റ്വർക്ക് റാക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ അടിപൊളിയായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല ആളുകളും ഈ ക്യാമറയുടെ കേബിൾ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കബോർഡ് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു TV യൂണിറ്റിൻ്റെ അടുത്തായിരിക്കും അത് മിക്കവാറും സെറ്റപ്പ് ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് ഓവർ ഹീറ്റ് ആയി പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. എപ്പോഴും ഈ ഡിവൈസുകൾ കണ്ടമാനം ചൂടാകുന്നത് ആ ഡിവൈസിൻ്റെ ലൈഫ് കുറയ്ക്കും എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. വേറെ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ അങ്ങനെ വെക്കുക. പക്ഷേ പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻസ് അവിടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഞങ്ങൾ നെക്സ സിസ്റ്റം അനലോഗ് ക്യാമറയോ വൈഫൈ ക്യാമറയോ ഇൻസ്റ്റലേഷൻ ചെയ്യാറില്ല. അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നുള്ള കാര്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുവാണ് അവരുടെ വീടിൻ്റെ മുമ്പിലായിട്ട് കുറേ ആൾക്കാർ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ട്, അപ്പോൾ ഇവിടെ ഒരു ക്യാമറ വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു അനലോഗ് ക്യാമറയാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്യാമറ വെക്കുന്നതിന് മുമ്പിലായിട്ടൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ ക്യാമറ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം രാത്രിയിലാകുന്ന സമയം ഇൻഫ്രാറെഡ് ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു LED നിന്ന് പുറത്തേക്ക് വരും. പക്ഷേ ഇതെങ്ങനെയാണ് ഇത് ഓൺ ആവുന്നത്? പകൽ ഓൺ ആവുന്നില്ലല്ലോ, രാത്രി മാത്രമാണല്ലോ ഓൺ ആവുന്നത്. അത് എങ്ങനെയായിരിക്കും? ആ ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് അവരൊരു ഫോട്ടോ സെൻസറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ് ക്യാമറ എന്ത് ചെയ്യുന്നത്, ഈ വെട്ടം പുറത്തേക്ക് വരുന്ന വെട്ടത്തെ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ ക്യാമറയുടെ IR LED അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് ഓൺ ആവില്ല. ഇനി ക്യാമറ കളർ ക്യാമറയാണെങ്കിൽ വൈറ്റ് ലൈറ്റ് ഓൺ ആവില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഈ ക്യാമറയുടെ ആ വ്യൂ എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന ഏരിയ മാത്രമായി മാറുകയും ദൂരേക്കുള്ള വ്യൂ ഒന്നും വ്യക്തമാകാതിരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ IP ക്യാമറയാണ് അവിടെ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയ്ക്കുള്ളിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ക്യാമറയെ നമ്മുടെ ആ ഒരു പരിസ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഞങ്ങൾ സാധാരണ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം 6 മണി ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇൻഫ്രാറെഡ് ലൈറ്റ് ഓൺ ആകണം. അപ്പോൾ 6 മണി അല്ലെങ്കിൽ 6:30 ആ ഒരു സമയത്ത് ഓൺ ആകണമെന്നും അതുപോലെ തന്നെ രാവിലെ ഓട്ടോമാറ്റിക് ഓഫ് ആകണമെന്നും ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പലപ്പോഴും കണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വെട്ടമുള്ള സ്ഥലം, ഇപ്പം നമ്മൾ വെട്ടം കുറഞ്ഞൊരു സ്ഥലത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞെങ്കിൽ നല്ല വെട്ടമുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ നമ്മൾ അനലോഗ് ക്യാമറ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ഫ്ലിക്കറിങ് കാണാൻ പറ്റും. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ഷട്ടർ സ്പീഡിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. അതേപോലെ തന്നെ ക്യാമറയ്ക്കുള്ളിൽ നമുക്ക് 50 ഹെർട്സ് 60 ഹെർട്സ് അങ്ങനെയുള്ള പല സെറ്റിങ്സും ഉണ്ട്. ഇതിനനുസരിച്ച് ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചൊക്കെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ക്യാമറയ്ക്കുള്ളിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ അനലോഗ് ക്യാമറകളിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ക്യാമറകളൊന്നും ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നില്ല. അതായത് ഒരു ബേസിക് ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അനലോഗ് ക്യാമറ എടുക്കാം. അത് നിങ്ങൾക്ക് സ്വയം ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ളേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിനകത്ത് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വരുത്താനും ഇല്ല. നമ്മൾ കേബിളും അതുപോലെ തന്നെ കണക്ടറൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ കുത്തിക്കഴിഞ്ഞാൽ അങ്ങ് വരും. അതിനകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം IP ക്യാമറയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യതയോടുകൂടി കോൺഫിഗറേഷൻസ് ചെയ്യാനുണ്ട്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസ് ആയിട്ടും പലരും IP ക്യാമറകളെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ ക്യാമറയ്ക്കുള്ളിൽ എന്തോരം സെറ്റിങ്സ് ആണുള്ളത്. അതെല്ലാം നമുക്ക് ഓരോ സ്ഥലത്തിനനുസരിച്ച് കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അപ്പം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ എടുക്കുന്ന ക്യാമറയുടെ ആ ഒരു ഔട്ട്പുട്ട്, അതിൻ്റെ 100% ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റലേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യണം എന്ന് പറയുന്നത്. എവിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറ വയ്ക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ ക്യാമറ വയ്ക്കുമ്പോൾ 2ാം നിലയുടെയൊക്കെ മുകളിൽ കയറ്റി ക്യാമറ വയ്ക്കും. ഒരു വ്യക്തി നടന്നു വരുമ്പോൾ നമുക്ക് അയാളുടെ ഫേസ് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാവുന്നത്? മാത്രമല്ല, ഓരോ ക്യാമറയ്ക്കും അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഡിസ്റ്റൻസ് ഉണ്ട്, റെക്കഗ്നേഷൻ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെ വ്യത്യസ്തമാണ്. പിന്നെ ഒബ്സർവേഷൻ ഡിസ്റ്റൻസ്, ഞാൻ പണ്ട് ഡോറി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ ഈ ക്യാമറയുടെ സെലക്ഷനെ പറ്റി കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി നോക്കുക. അതായത് ഓരോ ക്യാമറയ്ക്കും ഇപ്പോൾ 3.6 mm ലെൻസുള്ള ഒരു ക്യാമറ ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 7 മീറ്റർ മാക്സിമം ആണ്. പക്ഷേ റെക്കഗ്നേഷൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 12 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്റർ ഒക്കെ കിട്ടുന്ന ക്യാമറകളുണ്ട്. നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയാണല്ലോ ഈ 3.6, പക്ഷേ അതേസമയം 2.8 ആണെന്നുണ്ടെങ്കിൽ അതിലും വൈഡായിരിക്കും, 110 ഡിഗ്രിയോളം വരും. പക്ഷേ നമുക്കൊരു 4 മീറ്ററൊക്കെ മാത്രമാണ് ഐഡൻറ്റിഫിക്കേഷൻ വരുള്ളൂ. പുതിയ വീടാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ടെക്നീഷ്യൻ്റെ സഹായം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കാണെങ്കിൽ പോലും, ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കാണെങ്കിലും വീഡിയോ ഡോർഫോൺ ചെയ്യേണ്ടി വരും, ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യേണ്ടി വരും, അതുപോലെ നിങ്ങൾക്ക് സ്മാർട്ട് ഡോർ ലോക്കിനെ പറ്റി അറിയേണ്ടി വരും, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ വേണ്ടി വരും. ഇതിൻ്റെയൊക്കെ കേബിളിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരുപാട് കാശും ലാഭിക്കാൻ പറ്റും, വീടിൻ്റെ ഭംഗിയും പോകില്ല. അപ്പോൾ അതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മളെല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്, ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെക്നീഷ്യൻ സൈറ്റിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.